പണ്ടെങ്ങോ ഈ ഹോട്ടൽ ഉടമകൾ, ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ ചെന്ന് അവരോട് സഹായം ചോദിച്ചു എന്നുള്ളതുകൊണ്ട്, അത് കേട്ടു എന്നുള്ളത് കൊണ്ട് ഈ തീരുമാനത്തിന് അവർ അനുകൂലമാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഈ ബാർ ഉടമകൾ ചെന്ന് പറഞ്ഞോ? എക്സൈസ് മന്ത്രിയോട് പറഞ്ഞോ? സഖാവേ, പ്രതിപക്ഷം ഞങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട്, അവരിതിന് എതിര് നിൽക്കത്തില്ല, അവരനുകൂലമാ എന്ന് പറഞ്ഞോ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം പി രാജേഷ് അത് പറയട്ടെ. പക്ഷെ പ്രതിപക്ഷത്തിന്റെ നിലപാട് അറിയിക്കാൻ ബാർ ഉടമകളെ അവരാരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ. അവർക്ക് ഇതുവരെ നിങ്ങൾ തുടർച്ചയായിട്ട് 9.5 കൊല്ലം അധികാരത്തിലിരുന്നല്ലോ. ഈ കാലത്തൊക്കെ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പ്രതിപക്ഷം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അവരുടെ നേതാക്കന്മാരാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ബാർ ഉടമകളല്ലല്ലോ. അവരുടെ നിലപാട് അറിയിക്കേണ്ടത് ബാർ ഉടമകളല്ലല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ, ഒരു ബ്ലാക്ക് മെയിലറെ ഓർമ്മിപ്പിക്കുന്ന ഭാഷ, അത് അങ്ങേപ്പോഴൊരാൾക്ക് അത്ര പറ്റിയതല്ല. അങ്ങ് താരതമ്യേന ചെറുപ്പക്കാരനാണ്. ഇനി കേരള രാഷ്ട്രീയത്തില് ധാരാളം വർഷങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ടെന്നുള്ളത് മറക്കരുത്. ഒരു തീരുമാനം, അത് നിങ്ങളുടെ തീരുമാനമായിട്ട് അങ്ങ് പറയണം. അതിനെന്തിനാണ് അതിന്റെ ഒരു പകുതി ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്റെ തലയിലോട്ട് വയ്ക്കുന്നത്? എതിർപ്പോന്നെ ധൈര്യമായിട്ട് നേരിടണോ? നീ മെത്രന്മാരൊക്കെ എതിർക്കും, സാമൂഹിക സംഘടനകളുടെ നേതാക്കൾ അതിൽ പ്രതിഷേധിച്ചേക്കാം, അതിനെയൊക്കെ ധൈര്യമായിട്ട് നേരിടണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ 49.5 മണിക്കൂർ കൊണ്ട് ഈ ഫയൽ നീക്കി ഈ തീരുമാനം എടുത്തത്. അപ്പൊ തീരുമാനം എടുക്കാൻ ധൈര്യം കാണിച്ചാൽ പോരാ, സ്പീഡ് കാണിച്ചാൽ പോരാ. അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ നേരിടാനുള്ള ഒരു ധൈര്യവും ആർജവവും നിങ്ങൾക്കുണ്ടാകണം. അതിന് വെറുതെ പ്രതിപക്ഷത്തെ കൂട്ടുപിടിക്കുന്നത്.